ഹലോ, നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുറെ വീഡിയോകൾ പറയുന്നുണ്ടായിരുന്നു എന്റെ ഫോണിന് കുറച്ച് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ അതെല്ലാം പരിഹരിച്ച് നമ്മൾ ഇനിയും വീഡിയോ ഇടാൻ തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ അതിന്റെ ഭാഗമായി ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഞാൻ ഇട്ട വീഡിയോ നമ്മുടെ മുത്തിന്റെ സേവ് ദ ഡേറ്റ് ആണ്. അതിന്റെ അവളുടെ തലേദിവസത്തെ പുടവ് കൊടുക്കലും കല്യാണത്തിന്റെ ഒക്കെ വീഡിയോ പെൻഡിങ് ഉണ്ട്. അവൾ അയച്ചു തന്ന വീഡിയോസ് എല്ലാം എന്തെന്ന് പോയി. അവളോട് ഒന്നും കൂടെ ചോദിച്ചു നോക്കണം, അതൊന്ന് അയച്ചു തരാമോന്ന്. കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ പുടവ് കൊടുക്കലിന്റെ വീഡിയോ ആയിരിക്കും. അത് കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ വരുന്നത്. മേ ബി ചിലപ്പോൾ അതിന് മുമ്പും വരാൻ ഗൈസ്. അപ്പൊ എന്തായാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഏതായാലും എണ്ണിക്കുന്നതും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. എണ്ണീറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷായി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നേക്കുവാണ്. അപ്പം ഇന്നത്തെ ഒരു ഡേ മാക്സിമം എടുക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ എല്ലാം പാളി പോകാറുണ്ട്. കാരണം നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. വീട് പണിയൊക്കെ ഏകദേശം തീർന്നു ഗൈസ്. പിന്നെ നമ്മുടെ പാല് കാച്ച്, പിന്നെ നമ്മുടെ വീട്ടിലൊരു കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആരുടെയാണെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് അതിന്റെ ഭാഗമായി വേറെ വീഡിയോസ് ഒന്നും ഇടാത്തത് കൊണ്ട് മേ ബി നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും ആരുടെയാണ്. എന്തായാലും ഞാൻ അതൊക്കെ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഈ മന്ത് തന്നെയാണ് ഏതായാലും എല്ലാ ഫംഗ്ഷൻസും നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് മാക്സിമം ഞാൻ എല്ലാ വീഡിയോസും കവർ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോട്ട് പോകാം. ചിലപ്പോൾ കല്യാണ വീടും കാര്യങ്ങളും വീട് പണി തിരക്കുകളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയില്. എല്ലാവരും മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കണം ഗൈസ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ വീടിന്റെ പണി ഏകദേശം കഴിയാറായി എന്ന് വേണമെങ്കിൽ ലാസ്റ്റ് ഘട്ടത്തിലുള്ള ഓരോരോ പണികളൊക്കെയാണ്. കുറച്ച് പണികൾ ഫുള്ളായിട്ട് എന്തായാലും ഞാൻ കാണിക്കാം. അകത്തോട്ടൊക്കെ കാണിക്കുന്നത് ഫുൾ പണി കഴിഞ്ഞതിന് ശേഷം റൂം ടൂർ എടുക്കാം ഗൈസ്. പിന്നെ നമ്മുടെ പറമ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. കാരണം ഇവിടെ പന്തലിടാൻ പോകുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കിയേക്കും. രാവിലെ കടിച്ച് ഇനി ഈ ഭാഗവും കൂടെ വൃത്തിയാക്കും. ഇവിടെ കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം പറിച്ചു. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഗൈസ്, ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് പൂത്തായിരുന്നു, പക്ഷെ അതങ്ങ് പൊഴിഞ്ഞു പോയി. അതെന്താ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്. നമ്മുടെ കൊലയൊക്കെ ചിലപ്പോൾ പോകാനുള്ളതായിരിക്കും ഗൈസ്. അപ്പോഴത്തേക്ക് വെട്ടുമായിരിക്കും. ഇതൊക്കെയാണ് രാവിലത്തെ കാഴ്ചകൾ. അച്ഛനും അമ്മയും കാണുന്നില്ല ഗൈസ്. നമുക്ക് തിരക്കട്ടെ എന്ത് ചെയ്യുന്നു. അമ്മയെ വിളിച്ചപ്പോഴത്തേക്ക് ഇവർ ഭയങ്കര മോട സ്വഭാവം കാണിക്കുന്ന ഗൈസ്. മോട സ്വഭാവം കാണിക്കുന്ന ഗൈസ്. വീഡിയോ എടുത്തിട്ടില്ല. ചിലപ്പോൾ മുണ്ട് കണ്ട കേട്ടോ, ഇതെല്ലാം കേൾക്കണം. ഇത് ഞാൻ ഉറപ്പായിട്ടും വീഡിയോ എടുത്തതാണ്. അപ്പൊ എന്താ പറഞ്ഞേ ഞാറ്റിക്കോട്ടിരിക്കാൻ സമയമില്ലെന്ന് ഗൈസ്. ഗൈസ് നമ്മുടെ അടുക്കളയൊക്കെ പൊളിച്ചു. നിങ്ങൾ കണ്ടില്ലല്ലോ അടുക്കളയൊക്കെ പൊളിച്ചിട്ട് ഇവിടെ വരെ ആയിരുന്നു നേരത്തെ നമ്മുടെ അടുക്കള. ഇവിടെ ഞാൻ ഇരുന്ന് വീഡിയോ എടുക്കുന്ന എനിക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ട് ഇവിടെ വരെ ആക്കി. തുറക്കാൻ പറ്റുമോ? നമുക്ക് ഇതിൽ കൂടെ കാണാം. ഇപ്പം കുറച്ചും കൂടെ ചെറുതായെന്ന് തോന്നല്ലേ? കുറച്ചുകൂടെ ചെറുതായി ഇതിനോട് ചേർന്ന് ഇങ്ങനെ വന്ന്. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ അടുക്കളയുടെ ഇത്. അമ്മ പോകുന്നുണ്ടോ ഇന്ന്? അമ്മ പോവാണെന്ന് ഗൈസ്. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ഇന്ന് ഗൈസ്. അപ്പം നമ്മുടെ അടുക്കള, മിനി അടുക്കള ഇപ്പം ഇവിടാണ്. നമ്മുടെ മാമൻ്റെ വീടിൻ്റെ പുറകിൽ ഒരു ഷെഡ് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ആയിട്ട് സെറ്റ് ചെയ്തിക്കൊണ്ട് നമ്മുടെ ഗ്യാസും സാധനങ്ങളും എല്ലാം കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പാത്രങ്ങളെല്ലാം അവിടെ പൊളിച്ചപ്പോഴത്തേക്ക് നമുക്ക് വേറെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് മാറി പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 1 മന്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. 1 മന്ത് ഇല്ല, അപ്പോൾ അതിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങോട്ട് തൽക്കാലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പാചകം. അപ്പോൾ പണിക്കാരെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണ് ഇന്ന് ചായ ഇടുന്ന ഡ്യൂട്ടിയൊക്കെ. കാരണം അമ്മ പോവാണ്, അമ്മയ്ക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് കഴിച്ച് ഇന്ന് ചായ ഇടുന്ന ഡ്യൂട്ടിയൊക്കെ. അതുകൊണ്ട് ചായ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. പാലും ഒക്കെ ഒഴിച്ച് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അമ്മ പോവാണ് ഗൈസ്. എന്തിനാ ഇവിടെ കറങ്ങി നിൽക്കുന്ന? പൊക്കൂടെ? ശല്യമാണ് ഗൈസ്. പോവാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. അതാ ഓണാക്കി വെച്ചേക്കുമായിരുന്നു. ഓക്കെ. അച്ഛൻ കഴിച്ചിട്ടാണോ പോയത്? അല്ലല്ല. അപ്പൊ അച്ഛൻ വരും ഗൈസ്. ഗൈസ് വഴക്കിടും ചിലപ്പോൾ ഗൈസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗൈസ്? ഞാനാണെങ്കിൽ കുറേ പ്ലാൻ ചെയ്തായിരുന്നു നമ്മുടെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോസ് ഒക്കെ എടുക്കണം എന്നൊക്കെ. പക്ഷെ എന്തോ വീഡിയോ കുറെ നാളായിട്ട് എടുക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എടുത്ത് തുടങ്ങി. കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ കണ്ടിന്യൂഷൻ കിട്ടാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് എല്ലാ വീഡിയോസ് ഇടാൻ പാടും. പക്ഷെ മൈത്രിയുടെ കല്യാണത്തിന്റെ എല്ലാ വീഡിയോസും, ഈ കല്യാണത്തിന്റെ അല്ല പുടവ കൊടുക്കലിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനങ്ങോട്ട് കണ്ടിന്യൂഷൻ എടുത്തില്ല. അപ്പോൾ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണമെന്നാണ്. ഞാൻ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വന്നില്ല മോളിൽ. അപ്പം അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചെടുക്കുന്നത് ഗൈസ്. മാമി വരുന്നുണ്ട് ഗൈസ്. ഗൈസ് മാമി വീഡിയോ ഞാൻ മുടി കെട്ടി വെക്കാൻ മാമി പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് മുടി കെട്ടി വെക്കാൻ, കുറച്ച് സ്റ്റൈലായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. മനസ്സിലായോ? അതുകൊണ്ട് അപ്പം ചായ ഞാനൊക്കെ വെച്ചിട്ടുണ്ട്. ചായ കിട്ടാൻ അവർക്ക് കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ നേരം കാണാം. ഗൈസ് രാവിലെ മാമ വന്നിട്ടുണ്ട്. നമ്മളിവിടെ തേങ്ങ ഇടാൻ പോവുകയാണ് ഗൈസ്. അല്ല വീഡിയോ യൂട്യൂബിൽ ഇടാൻ പോവുക. ഗൈസ് മാമൻ രാവിലെ ഒന്ന് കള്ളപ്പണി എടുക്കാൻ വന്നേക്കുക. ഇതൊക്കെ ഇത് നോക്കി ഇടാൻ പറ ലൈൻ കമ്പി. എങ്ങനെയാണ് ഗൈസ്? അപ്പം ഇത് തന്നെ ആയിരിക്കും എപ്പോഴും എന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലേ. അപ്പം നേരത്തെ കുറച്ച് ക്ലിപ്പ് കണ്ടാണ് ഞാൻ
സ്റ്റാൻഡ് എടുക്കാത്തത് കൊണ്ട് എന്തുവാ നമ്മുടെ തേങ്ങ ഇട്ട് അതെല്ലാം പെറുക്കി വിടുകയൊക്കെ ആയിരുന്നു. ഡ്രസ്സ് എല്ലാം അഴുക്കായി ഗൈസ്, ഫുൾ അഴുക്കായി. കാരണം ചെളിയൊക്കെ പിടിച്ചടക്കല്ലേ മഴയൊക്കെ പെയ്തിട്ട്. അപ്പൊ താഴെ വീഴുന്ന തേങ്ങ എടുക്കുമ്പോൾ ഇങ്ങനെ ദേഹത്തോട് ചേർത്ത് വെച്ചെടുക്കുമ്പോഴത്തേക്ക് ഫുൾ ടീഷർട്ടൊക്കെ അഴുക്കായി. അതൊന്നും പ്രശ്നമില്ല. നമ്മളെന്തായാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പണിയെടുത്തേ പറ്റുള്ളൂ. കഴിഞ്ഞ ഒരു 7-8 മാസം കൊണ്ട് എന്റെ സ്ഥിരമായ പരിപാടിയാണ് ഗൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പണിയെടുക്കുക. എനിക്ക് പണിയൊന്നും എടുക്കണ്ടായിരുന്നു. അമ്മ പോകുമ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോകും, മാറി കിടക്കുക, കഴിക്കേണ്ട സമയത്ത് കഴിക്കുക. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഗൈസ്. കാരണം ഇപ്പൊ വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ട് അമ്മ പോകുമ്പോൾ നമുക്ക് എന്തായാലും പണിക്കാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് പറ്റുള്ളൂ. നമ്മളുള്ളപ്പോഴേ നമ്മൾ ചെയ്യാത്തുള്ളൂ. ഇല്ലാത്തപ്പോൾ നമ്മളല്ലല്ലോ ചെയ്യുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞ് ഞാൻ എല്ലാം എടുക്കണമെന്നില്ല. എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അപ്പൊ ഞാൻ ഇപ്പം തേങ്ങ ഇട്ടിട്ട് തേങ്ങയെല്ലാം പെറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കരിക്ക് കുടിച്ചു ഗൈസ്. കരിക്ക് ഞാൻ കുടിച്ചൊന്നും കാണിച്ചില്ല, അവിടെ നിന്നുള്ളത് കുടിച്ചാൽ പറ്റിയത്. കരിക്ക് എൻ്റെ എപ്പോഴത്തെയും വീക്ക്നെസ് ആണ്. എന്നിട്ട് ഞാൻ വിചാരിച്ച് ഫുഡ് കഴിക്കാന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും കരിക്ക് കുടിക്കുന്ന വീഡിയോ എടുത്തില്ല. അപ്പം വാട്ടയേറ്റിനിടെ എടുക്കാന്ന് വിചാരിച്ചു. അല്ലാതെ പറയാം നമുക്ക്. അപ്പൊ വാട്ടയേറ്റിനിടെ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും ഫുഡ് കഴിക്കുന്ന ഞാൻ ഇതിലും കാണിക്കാം. വാട്ടയേറ്റിനിടെ നമ്മൾ ഷോർട്സ് ആയിട്ട് എടുക്കാം. അപ്പൊ ഏതായാലും നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. ഇന്ന് കഴിക്കാൻ ഇടിയപ്പം, പിന്നെ മുട്ടക്കറി. ഞാൻ മുട്ട കഴിക്കത്തില്ല, കാരണം പകുതി മുട്ട ഇരിക്കുന്നത്. ഉച്ചത്തേക്ക് മറ്റേ മുട്ടത്തോരന്, ചമ്മന്തി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ ഞാൻ കഴിക്കാൻ പോകും. 10:30 ആവുന്നു ഗൈസ്. ഇനി ഞാൻ കഴിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ എടുത്തു. കഴിക്കാം. എന്നിട്ട് ഫുഡ് ഇടിയപ്പവും മുട്ടക്കറിയാണ് ഗൈസ്. വേത്തൊക്കെ ഫുൾ അഴുക്ക. മറ്റേ അപ്പുറത്തൊക്കെ പോയി. അപ്പം തുണിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഫുഡ് കഴിക്കാം. ഇടിയപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡാണ് ഗൈസ്. പൂച്ചകളോ നിൽപ്പുണ്ട് എടുത്ത്. ഇവിടെ തന്നെ ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. തുണി കഴിക്കലും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞു. ദേഹം എല്ലാം നനഞ്ഞാക്കി ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കൊതി വന്നു ഗൈസ്. ഇടയ്ക്ക് എനിക്ക് ഉണ്ടാകാറുള്ളതാണ്. ഞാനിപ്പോൾ ചായ കുടി കാപ്പി കുടി എല്ലാം നിർത്തി വെച്ചേക്കുവാണ്. പക്ഷെ ഇടയ്ക്ക് എനിക്കിങ്ങനെ ഒരു ഇത് വരും, കോഫി കുടിക്കും. ഞാൻ കോഫി ലവറാണ്. പക്ഷെ കൂടുതലും ഞാൻ ചായ ആണ് കുടിക്കാറുള്ളത്. കാരണം എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു. വൈകിട്ട് ചായ കുടിച്ച് ശീലിച്ചതുകൊണ്ട് എനിക്ക് വൈകുന്നേരം ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് നിർത്തി ഗൈസ്. ആ ഒരു ശീലം നിർത്തിയത് പിന്നെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. തലവേദന ഉണ്ട്, എന്നാലും ഞാൻ ചായ കുടിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ എനിക്കൊരു ത്വര വരും കാപ്പി കുടിക്കാൻ, കോഫി കുടിക്കാൻ. അപ്പം ഞാൻ അങ്ങനെ ഒരു ത്വര വന്നപ്പോൾ കോഫിയൊക്കെ ഇട്ടു. ഞാൻ മോളിൽ നിന്ന് നമ്മുടെ ട്രൈപ്പോഡ് എടുത്തുകൊണ്ട് വരാത്തതുകൊണ്ട് ആണ് അതൊന്ന് കാണിക്കാൻ പറഞ്ഞത്. ഗൈസ്, അടിപൊളി കോഫി. ഞാൻ ഇട്ടുകൊണ്ട് പറയല്ല, കോഫി ഇടുന്നതിൽ ഞാനൊരു എക്സ്പെർട്ടാണ് ഗൈസ്. അപ്പം കോഫി കുടിച്ച് എനിക്ക് വേറെ പണികളൊന്നും ഇല്ല. ഉച്ചക്കത്തേക്കുള്ളതൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. എൻ്റെ പണികൾ കുറേയൊക്കെ കഴിഞ്ഞു. ഇനി വൈകിട്ട് ഇവർക്ക് ചായ ഇട്ട് കൊടുക്കണം. മഴ ആയതുകൊണ്ട് തുണി അമ്മ കഴുകിയിട്ടതെല്ലാം എടുത്ത് പെറുക്കി ഇട്ടേക്കുവാണ്. അപ്പോൾ വെയിൽ വരുമ്പോൾ അതിർത്തിടണം. അതൊക്കെ തന്നെയാണ് എൻ്റെ പണി. എനിക്കങ്ങനെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ പ്രത്യേകിച്ച് കാണിച്ചു തരാനായിട്ടൊന്നും ഇല്ല. എന്തായാലും നടക്കുന്നതൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം ഗൈസ് ഞാൻ ഏതായാലും. പിന്നെ ഞാൻ കോഫിയൊക്കെ കുടിച്ചിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറാകുമ്പോഴത്തേക്കും കാണിക്കാം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ കാണിക്കാം ഗൈസ്. ഓക്കേ, ഇത് കഴിഞ്ഞ് വൈകുന്നേരമായിട്ട് നമ്മൾ പണിക്കാരൊക്കെ ചായ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഹിറ്റാച്ചി വന്ന് ഇവിടെ എല്ലാം വൃത്തിയാക്കി ഗൈസ്. അവിടെ വൃത്തിയാക്കി പന്തലിടാനുള്ളതെല്ലാം ഒരുക്കി. നമ്മുടെ വാഴയൊക്കെ പിഴുത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം വൃത്തിയാക്കി. എൻ്റെ കോലം ഞാൻ കാണിക്കുന്നില്ല, കാരണം മഹാ മോശമായ കോലമാണ്. ഇനി കുളിച്ചിട്ടൊക്കെ കാണിക്കാം. അമ്മയും ശൈലക്കയും കൂടെ കല്യാണം വിളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹിറ്റാച്ചി വന്നത് നമ്മുടെ പന്തലിടുന്ന സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നേരത്തെ നമ്മുടെ ഗ്രാവൽ കൊണ്ട് നിരത്തിയപ്പോൾ കുറച്ച് പൊക്കം കൂടിപ്പോയി. അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് നേരത്തെ നിന്ന് ആ ഒരു പോച്ചയും കാടും അതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി കറക്റ്റ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 2 വാഴകൾ മാത്രം ഇവിടെ നിപ്പുണ്ട് ഗൈസ്. അത് കൊല അതിൽ നിപ്പുണ്ട്, അതുകൊണ്ടാണ് അത് വെട്ടാഞ്ഞത്. അതെന്തായാലും നമ്മുടെ പാലാച്ച് അടുപ്പിച്ച് മാത്രമേ വെട്ടി കളയത്തുള്ളായിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വൃത്തിയാക്കിയിട്ടിട്ട് അവസാനം ഇത് നന്നായിട്ട് ലെവൽ ചെയ്യും. മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ കുടയൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ മാമി വന്നിട്ടുണ്ട് ഗൈസ്. മാമി എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിന്. അത് എന്താണെന്ന് ഞാൻ ആഡ് ചെയ്തില്ല ഗൈസ്. മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതെല്ലാം വൃത്തിയാക്കി ഗൈസ്. ഇവിടെയൊക്കെ പന്തൽ വരുന്നത് അതാണ് ഇവിടെ എല്ലാം വൃത്തിയാക്കിയത്. പക്ഷെ ഞാൻ കുടയൊക്കെ പിടിച്ച് നിൽക്കുവാണ്. ഞാൻ എൻ്റെ വൃത്തിയായിട്ട കോലം ആയതുകൊണ്ട് കാണിക്കാത്തത്. ചായ ഇടുന്നതൊന്നും ഞാൻ എടുത്തില്ല, കാരണം ഞാൻ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വന്നില്ല. ഞാൻ മറന്നുപോയി സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വരും. അതുകൊണ്ട് ചായ ഇടുന്നത് ഞാൻ കാണിച്ചില്ല. ഇവിടെ ഇപ്പം നമ്മുടെ സാധനങ്ങൾ കപ്പ ഉണ്ടായിരുന്നു, നമ്മുടെ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു, വാഴ ഉണ്ടായിരുന്നു, ചേന ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കപ്പയ്ക്കകത്ത് കപ്പ പറിച്ചപ്പോൾ കപ്പ കിട്ടി, വാഴ പറിച്ചപ്പോൾ കൊല കിട്ടിയില്ല. വേറെ കൊല, ഈ 2 കൊലയുള്ളത്.
പിന്നെ കപ്പക്കിഴങ്ങ് ആയി വരുന്നേ ഉള്ളായിരുന്നു, അപ്പോൾ അതും കിട്ടിയില്ല. സോ ബാക്കിയെല്ലാം പിഴുത് ഗൈസ്. ഇതിന് ചിലപ്പോൾ കുറച്ചുകൂടെ ആയിട്ടേ മാറ്റത്തുള്ളായിരിക്കും. നമ്മുടെ പണികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട് ഈ അവസ്ഥയിലാണ്. ഞാൻ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ മാറ്റങ്ങളൊക്കെ വരും. കാരണം അവിടെയൊക്കെ മറ്റേ ഡിസൈൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. അപ്പോൾ കുറച്ചും കൂടെ മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോൾ വേറെ ലുക്കിലായിരിക്കും. സോ അപ്പോൾ ഞാൻ കാണിച്ചാൽ. അപ്പോൾ ഏതായാലും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കാണിക്കാം ബാക്കി വീഡിയോസ്. ഗൈസ്, കല്യാണം വിളിച്ച മഴ നനഞ്ഞ് വന്നവർ ചെല്ലാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കഴിക്കാനും കൊണ്ടുപോകും. ഇല്ലാരും ഇന്നലെ ഗൈസ് രതീഷ് കൊണ്ടുവന്നിട്ടുണ്ട്. രതീഷ് കഴിക്കാം. അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല മഴയായി ഗൈസ്. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇപ്പോഴാണ് വന്നത്. നേരത്തെ നല്ല കൊല്ലത്തിലല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. കുറച്ചൊക്കെ കാര്യങ്ങൾ ഡേ ഇൻ മൈ ലൈഫിൽ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം ഇനി മഴയൊക്കെ ആയി രാത്രി ഫുഡ് കഴിക്കുന്നൊക്കെയാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അച്ഛൻ കൊണ്ടുവരികയാണെങ്കിൽ അധികം കാണിക്കാം. ഇനി നാളെ ഞാൻ പോകാനുള്ള പാക്കിങ് കാര്യങ്ങൾ അതൊക്കെ ഉള്ളൂ. അടുത്ത ആഴ്ച ഞാൻ വരുമ്പോഴത്തേക്കും വീടിന് ഒരുപാട് മാറ്റങ്ങൾ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അപ്പോഴത്തേക്കും വേറെ പണികളൊക്കെ കുറേയൊക്കെ വേറെ പണികളൊക്കെ ഒതുങ്ങും. ഏതായാലും നമുക്ക് അടുത്ത ആഴ്ച വരുമ്പം വീഡിയോ എടുക്കാൻ ഷോർട്സ് ആക്കി ആയിരിക്കും അത് എടുക്കുന്നത്. പിന്നെന്താ, ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇത്. ഞാൻ ഔട്ടർ ഈ കോലൊക്കെ മാറ്റിയിട്ട് വൃത്തിയായിട്ട് നന്നായിട്ട് എടുക്കാം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ കഴിച്ചു, അല്ലെങ്കിൽ ഇപ്പം കൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് അവസാനിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ കാഴ്ചകൾ. വേറെ ഒന്നുമില്ല കഴിച്ചു പ്രത്യേകിച്ച്. വീടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം നിൽക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായാലും കുറച്ച് ദിവസങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ പാല് കാച്ചിന്. പിന്നെ കല്യാണം, അത് കല്യാണം ആരുടെയാണെന്നൊക്കെ നമ്മൾ വഴി പറയാം. അപ്പോൾ ഏതായാലും കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ഗൈസ്. കല്യാണം വിളിയും പാല് കാച്ചിൻ്റെ വിളിയൊക്കെ ആയിട്ട് തിരക്കായിട്ടിരിക്കുകയാണ് എല്ലാവരും. അതിൻ്റെ ഒരു ഓട്ടത്തിലാണ് എല്ലാവരും. അപ്പം വീട് പണിയും കാര്യങ്ങളെല്ലാം ഒതുക്കേണ്ട ദിവസമാണ്. ഇനി നമ്മുടെ പാല് കാച്ചിന് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം വെച്ച് നോക്കുമ്പോൾ ഇനി 18 ദിവസങ്ങളേ ഉള്ളൂ. പക്ഷെ ഇതുവരെ പാല് കാച്ചിന് വിളിച്ച് കഴിഞ്ഞില്ല ഗൈസ്. അപ്പോൾ ഏതായാലും എല്ലാം നല്ലതായിട്ട് നടക്കുമെന്ന് പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നല്ലതായിട്ട് നടക്കട്ടെ. അപ്പോൾ ഏതായാലും ഇനി ഉണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണിക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്തും ഗൈസ്. ഏതായാലും പിന്നെ കാണാം ഗൈസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഏകദേശം പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പം ഞാനത് പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തായിരുന്നു. ഇപ്പം നമ്മുടെ വീട്ടിൽ പന്തലൊക്കെ ഇട്ട്. അപ്പോൾ ഏതായാലും ഇനി വീട്ടിൽ ചെന്നിട്ട് പണിയൊക്കെ പൂർത്തിയായ ഒരു തിരക്കുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് കൂടെ ചെയ്യാം. ഇന്ന് എനിക്ക് കുറച്ചൊക്കെ വെച്ച് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും എല്ലാവരും വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഏതായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.